മുംബൈയിൽ നാവികസേനാ ഉദ്യോഗസ്ഥന്റെ തോക്ക് മോഷ്ടിച്ച സംഭവത്തിൽ ഒന്നിലേറെ പ്രതികളുണ്ടെന്ന് സംശയം. മോഷണശേഷം പ്രതികൾ തോക്കുമായി മുങ്ങുന്ന CCTV ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, വിശദാംശങ്ങൾ. SKN അതീവ ഗുരുതരമായ ഒരു സംഭവമാണ് ശനിയാഴ്ച രാത്രി സംഭവിച്ചിരിക്കുന്നത്. നേവി നഗറിലുള്ള ഒരിടത്ത് സെക്യൂരിറ്റി ജീവനക്കാരനെ, സെക്യൂരിറ്റി ചുമതലയിലുള്ള ഉദ്യോഗസ്ഥനെ, അഗ്നിവീറാണ് അലോക് കിഷോർ സിംഗ് എന്ന 20-കാരനാണ്. അദ്ദേഹത്തെയാണ് ഒരു അജ്ഞാതനെത്തി കബളിപ്പിച്ചത്. നേവിയുടെ യൂണിഫോമിൽ തന്നെ എത്തി തൻ്റെ ഡ്യൂട്ടി മാറാൻ സമയമായി എന്ന് പറഞ്ഞ് തോക്കും മറ്റും കൈവശപ്പെടുത്തി ആ അലോക് സിംഗിനെ തിരികെ അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയച്ചു. പിന്നീടാണ് വന്നയാൾ ഒരു തട്ടിപ്പുകാരനാണ്, കബളിപ്പിക്കപ്പെട്ടു എന്ന് അലോക് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും തോക്കുമായി ഈ സംഘം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരാളല്ല, ഒന്നിലേറെ പേർ അടങ്ങുന്ന ഒരു വലിയ സംഘം ഇതിന് പുറകിലുണ്ട് എന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ ഗൂഢാലോചന നടന്നിരിക്കാം എന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരാൾ തോക്ക് കൈവശപ്പെടുത്തിയതിന് ശേഷം പിന്നീട് ആ മേഖലയിലുള്ള മറ്റൊരാൾക്ക് തോക്ക് എറിഞ്ഞു നൽകുന്നത്, ചാക്കിലോ മറ്റോ കെട്ടി എറിഞ്ഞു നൽകുന്നത് ആ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടോ. അതുമാത്രമല്ല, ഈ അജ്ഞാതൻ എത്തുന്നത് ആദ്യം ഒരു സിവിലിയൻ വേഷത്തിലാണ്. മാത്രമല്ല, ഒരു ബാഗും അയാളുടെ കൈവശം ഉണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഈ ബാഗിനകത്ത് യൂണിഫോമും മറ്റ് രേഖകളും ഒക്കെ വ്യാജമായി ഉണ്ടാക്കി വെച്ചിട്ടാകാം ഇയാൾ ഈ കേന്ദ്രത്തിനകത്തേക്ക് എത്തിയത് എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ഉള്ളിലെത്തിയതിന് ശേഷം യൂണിഫോമും മറ്റും ധരിച്ചായിരിക്കാം ഈ അഗ്നിവീറിനെ കബളിപ്പിച്ചത്. ഏതായാലും ഈ അന്വേഷണം നേവി കാര്യമായി തന്നെ നടത്തുന്നുണ്ട്. ഇപ്പോൾ പോലീസ്, കഫ് പരേഡ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ATS അടക്കം അന്വേഷണം നടത്തുന്നുണ്ട്. അഗ്നിവീറിനെ പ്രത്യേകമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ബോർഡ് ഓഫ് എൻക്വയറി കഴിഞ്ഞ ദിവസം നേവി പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഒരു ഇൻസാസ് റൈഫിളും ഒപ്പം 40 റൗണ്ട് വെടിയുണ്ടകളും ഈ അജ്ഞാതരുടെ കൈവശമുണ്ട്. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തതയുമില്ല. നഗരത്തിൽ എവിടെയെങ്കിലും അവരിങ്ങനെ തോക്കും വെടിയുണ്ടകളുമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അതീവ ഗൗരവമായ ഒരു സാഹചര്യമാണ്. SKN ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.